നമ്മളിനി പഠിക്കുന്നത് 5th മൊഡ്യൂളാണ് അനാലിസിസ് ഓഫ് ടൈം സീരീസ്. അപ്പം നമുക്കറിയാം എക്കണോമി എന്ന് പറയുന്നത് ടൈമിനനുസരിച്ചാണ് എക്കണോമിയിലെ ഓരോ ചേഞ്ചസും നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്. അതായത് ഇപ്പം ടൈമിനനുസരിച്ച്, അതായത് ഇന്ന് എന്തെങ്കിലും ഫ്ലഡ് അതുപോലെ കാര്യങ്ങൾ വരുമ്പം എക്കണോമിക്ക് എന്തുമാത്രം കുറവ് വരുന്നു, എക്കണോമിക് ഗ്രോത്ത് എങ്ങനെയാണ്, അല്ലെങ്കിൽ ഗ്രോത്ത് ഡിക്ലൈൻ ചെയ്യുവാണോ കൂടുവാണോ, ഇതൊക്കെ നമ്മൾ ടൈം ഒരു ഫാക്ടർ വെച്ചിട്ടാണ് നമ്മൾ അത് അനാലിസിസ് ചെയ്യുന്നത്. അപ്പം ടൈം സീരീസ് എന്ന് പറഞ്ഞാൽ is a record of observations or measurements of a variable over a period of time. ഒരു പീരീഡ് ഓഫ് ടൈമിൽ ഒരു വേരിയബിളിൻ്റെ വാല്യൂവിൻ്റെ മെഷർമെൻറ്റ്സ് അല്ലെങ്കിൽ ഒബ്സർവേഷനാണ് ടൈം സീരീസ് വഴി ചെയ്യുന്നത്. ഇനി ആ ടൈം സീരീസ് അനാലിസിസ് ചെയ്യുമ്പോഴാണ് എങ്ങനെയാണ് ഇവർ ടൈമിനനുസരിച്ച് ഈ വേരിയബിൾസിൻ്റെ വാല്യൂ ചേഞ്ച് ചെയ്യുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. സോ എ ടൈം സീരീസ് റെഫേഴ്സ് ടു ദ വാല്യൂസ് ഓഫ് എ വേരിയബിൾ ക്രോണോളജിക്കലി ഓർഡേർഡ് ഓവർ എ സക്സസീവ് പീരീഡ് ഓഫ് ടൈം. ഒരു പീരീഡ് ഓഫ് ടൈമിൽ ഒരു പീരീഡ് ഓഫ് ടൈമിൽ ഒരു വേരിയബിളിൻ്റെ വാല്യൂസ് ചേഞ്ച് ചെയ്യുന്നതിന് അതിൻ്റെ ഒബ്സർവേഷൻസ് ആണ് നമ്മൾ ടൈം സീരീസിൽ ഡിനോട്ട് ചെയ്യുന്നത്. സച്ച് എ റെക്കോർഡ് ഡിസ്ക്ലോസസ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ടു വേരിയബിൾസ്, വൺ ഓഫ് വിച്ച് ബീങ് ടൈം. ഒരു വേരിയബിൾ ടൈമും വേറൊരു വേരിയബിൾ എന്തിൻ്റെ ചേഞ്ചാണോ നമ്മൾ കണ്ടുപിടിക്കുന്നത് അതിൻ്റെ റെക്കോർഡാണ് ടൈം സീരീസിൽ നമ്മൾ ചെയ്യുന്നത്. അപ്പം ഇങ്ങനെ ടൈം സീരീസ് നമ്മൾ ഫീൽഡ് ഓഫ് എക്കണോമിക്സിലും ബിസിനസ്സിലും ഒക്കെയാണ് ടൈം സീരീസ് മിക്കവാറും കണ്ടുവരുന്നത്. അതായത് ഇയർലി നാഷണൽ ഇൻകം ഡേറ്റ അതുപോലെ തന്നെ ക്വാർട്ടർലി ഇൻവെൻട്രീസ് ഇൻ ആൻ ഇൻഡസ്ട്രി, ഫിസിക്കൽ വോളിയൂം ഓഫ് എ പ്രൊഡക്ഷൻ, ഇയർലി ബാങ്ക് റേറ്റ്സ്, മണി സർക്കുലേഷൻ ഫോർ ദ ലാസ്റ്റ് 10 years, ഇയർലി എക്സ്പോർട്ട്സ് ഓഫ് മെഷീൻസ്. ഇതൊക്കെയെന്ന് പറഞ്ഞാൽ ടൈമിനെ ഒരു ഫാക്ടറാക്കി വെച്ചിട്ട് ഇപ്പം എക്സ്പോർട്ട്സ് ഓഫ് മെഷീൻ, ഓരോ വർഷവും എത്ര മെഷീൻസ് എക്സ്പോർട്ട് ചെയ്തു അതെന്ന് പറയുന്നത് ആ വേരിയബിളിന് ഓരോ വർഷവും ഓരോ വാല്യൂസ് ആയിരിക്കും. അങ്ങനെ ഒബ്സർവേഷൻസ് റെക്കോർഡ് ചെയ്യുന്നതാണ് ടൈം സീരീസ്. ഇനി അനാലിസിസ് ഓഫ് ടൈം സീരീസ് is a statistical device which can be used to understand, interpret and evaluate changes in economic phenomena over time with the hope of more correctly anticipating the course of future events. നമ്മൾ ആ ഓൾറെഡി റെക്കോർഡ് ചെയ്തിരിക്കുന്ന ഡേറ്റ, ആ ഡേറ്റയെ മനസ്സിലാക്കി അത് ഇൻ്റർപ്രറ്റ് ചെയ്ത് ഇനി അതിൽ നിന്ന് നമുക്ക് ഉണ്ടാക്കുന്ന കൺക്ലൂഷൻസ് വെച്ചിട്ട് ഫ്യൂച്ചറിൽ നമുക്ക് അതിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്താം, അല്ലെങ്കിൽ അതിൽ എന്തൊക്കെ ചേഞ്ച് വരുത്തിയാൽ ഡിക്ലൈൻ ആയിട്ടൊരു സാധനം നമുക്കതിനെ ഗ്രോത്ത് ആക്കാം, അങ്ങനെയൊക്കെ മനസ്സിലാക്കുന്നത് ടൈം സീരീസ് അനാലിസിസ് ചെയ്യുമ്പോഴാണ്. ഓക്കെ, എ ടൈം സീരീസ് ഇസ് എ ഡൈനാമിക് ഡിസ്ട്രിബ്യൂഷൻ വിച്ച് റിവീൽസ് ഗുഡ് ഡീൽ ഓഫ് വേരിയേഷൻസ് ഓഫ് എ ടൈം. അതായത് ടൈമിനെ ബേസ് ആക്കി വെച്ചിട്ട് അതിലുണ്ടാകുന്ന വേരിയേഷൻസും കൊണ്ടുള്ള ഒരു ഡൈനാമിക് ഡിസ്ട്രിബ്യൂഷനാണ് ടൈം സീരീസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇത് അനാലിസിസ് ചെയ്യുന്ന വഴിയിൽ നമുക്ക് ഓരോ വേരിയബിൾസിനെയും ടൈം എന്തുമാത്രം എഫക്റ്റ് ചെയ്യുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. മേജറായിട്ട് എക്കണോമിക്, പൊളിറ്റിക്കൽ, സോഷ്യൽ കണ്ടീഷൻസിലാണ് ഈ ചേഞ്ചസ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, ചേഞ്ചസ് കണ്ടുവരുന്നത്, ടൈമായിട്ടുള്ള ചേഞ്ചസ് കണ്ടുവരുന്നത്. ടൈം അഫക്ട്സ് ഇൻകം, ഹാബിറ്റ്സ്, ഫാഷൻ, ടേസ്റ്റ്, ബർത്ത് ആൻഡ് ഡെത്ത് റേറ്റ്സ്, പ്രൊഡക്ഷൻ, പോപ്പുലേഷൻ എക്സെട്ര. ഇതിനെല്ലാം അഫക്റ്റ് ചെയ്യുന്ന ഒരു മെയിൻ ഫാക്ടർ എന്ന് പറയുന്നത് ടൈമാണ്. അപ്പോൾ ടൈമിൻ്റെ ചേഞ്ചിനനുസരിച്ച് ഈ ഫാക്ടേഴ്സ് എങ്ങനെ ചേഞ്ച് ചെയ്യുന്നതെന്ന് വെച്ച് നമുക്ക് അതിനുള്ള അനാലിസിസ് ചെയ്യാൻ പറ്റുന്നു. ഓക്കെ, while analyzing time series we try to locate the slow and continuous change and also try to find out how much this change is due to accidental factors and causes. In other words, we try to find various types of movements in a time series. Okay, time series വഴിയിട്ട് ഈ ചേഞ്ചസ്, സ്ലോ കണ്ടിന്യൂസ് ചേഞ്ചസിനെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ തന്നെ ഈ ഒരു ചേഞ്ചിന് വേറെ ഫാക്ടേഴ്സ് ഇതിനെ അഫക്റ്റ് ചെയ്യുന്നുണ്ടോ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, ഡിഫറെൻറ്റ് ഫാക്ടേഴ്സാണ് ടൈം സീരീസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഓക്കെ, ആദ്യമേ നമ്മൾ എന്തിനാണ് ടൈം സീരീസ് അനാലിസിസിനകത്ത് എന്തൊക്കെയാണ് കൺസിസ്റ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ഐഡൻറ്റിഫൈങ് ഓർ ഡിറ്റർമൈനിങ് ദ വേരിയസ് ഫോഴ്സസ് ഓർ ഇൻഫ്ലുവൻസസ് ഹൂസ് ഇൻട്രാക്ഷൻ പ്രൊഡ്യൂസസ് വേരിയേഷൻ ഇൻ ദ ടൈം സീരീസ്. ടൈം സീരീസിൽ വേരിയേഷൻ ഉണ്ടാക്കുന്ന ഫാക്ടേഴ്സിനെ, ഫോഴ്സസിനെ അല്ലെങ്കിൽ ഇൻഫ്ലുവൻസസിനെ ഐഡൻറ്റിഫൈ ചെയ്യുക, അത് ഏതൊക്കെയാണെന്ന് ഡിറ്റർമൈൻ ചെയ്യുക. സെക്കൻഡ് പോയിന്റ് എന്ന് പറയുന്നത് ഐസൊലേറ്റിംഗ്, സ്റ്റഡിങ് ആൻഡ് അനാലിസിങ് ആൻഡ് മെഷറിങ് ദം ഇൻഡിപെൻഡൻ്റ്ലി. ആ ഓരോ ഫാക്ടേഴ്സിനെയും എടുത്ത് വെച്ച് മനസ്സിലാക്കി അതിൻ്റെ എത്രത്തോളം അതിനെ അഫക്റ്റ് ചെയ്യുന്നു അത് നമ്മൾ മെഷർ ചെയ്ത് കാൽക്കുലേഷൻസ് വഴിയാണ് കണ്ടുപിടിക്കുന്നത് എത്രത്തോളം അഫക്റ്റ് ചെയ്യുന്നതാണ്. അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുന്നു. സോ ടൈം സീരീസ് കൺസിസ്റ്റ് ഓഫ് ദീസ് 2 things. അടുത്തത് എ സ്റ്റഡി അബൌട്ട് ദ എഫക്റ്റ് ഓഫ് ദിസ് ഫോഴ്സസ്. ഈ ഫോഴ്സസിനെ കുറിച്ചുള്ള സ്റ്റഡി നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് എന്താണ്, ഈ ഡേറ്റയുടെ പഴയ ബിഹേവിയർ എങ്ങനെയായിരുന്നു, ഇപ്പോഴത്തെ ഡേറ്റയുടെ ബിഹേവിയർ എങ്ങനെയാണ്, അങ്ങനെ നമുക്ക് ഫ്യൂച്ചറിൽ ഈ ഡേറ്റ എങ്ങനെ കൺട്രോൾ ചെയ്യാം, ഈ കാര്യങ്ങളൊക്കെ ടൈം സീരീസ് അനാലിസിസ് വഴിയാണ് ചെയ്യുന്നത്. സോ ഇമ്പോർട്ടൻസ് ഓഫ് ടൈം സീരീസ്, ഇത് ബിസിനസ് ആൻഡ് എക്കണോമിക്സിലാണ് കൂടുതലുള്ളതെന്ന് നമ്മൾ പറഞ്ഞു. അതുപോലെ തന്നെ സയൻറ്റിസ്റ്റും ബയോളജിസ്റ്റും ഒക്കെ ഇത് യൂസ് ചെയ്യുന്നുണ്ട്. എന്തുകൊണ്ടാണ്? ടൈം സീരീസ് അനാലിസിസ് ഡിസ്ക്ലോസസ്
ചേഞ്ചസ് ഇൻ ടൈം ആൻഡ് ചേഞ്ചസ് ഇൻ ദ വാല്യൂ ഓഫ് ദ വേരിയബിൾ. ടൈമിലെ ചേഞ്ചസും അതുപോലെ തന്നെ വേരിയബിളിൻ്റെ വാല്യൂ ചേഞ്ചും തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പ് നമുക്ക് ഈ ടൈം സീരീസ് അനാലിസിസിലൂടെ കണ്ടുപിടിക്കാൻ പറ്റുന്നു. ഇറ്റ് ഹെൽപ്സ് ഇൻ അണ്ടർസ്റ്റാൻഡിങ് പാസ്റ്റ് ബിഹേവിയർ. നേരത്തെ ഈ വേരിയബിളിൻ്റെ ബിഹേവിയർ എങ്ങനെയായിരുന്നു. ദെൻ തേർഡ് പോയിന്റ്, ഇറ്റ് ഹെൽപ്സ് ഇൻ പ്രഡിക്റ്റിംഗ്, ഫോർകാസ്റ്റിംഗ് ആൻഡ് പ്ലാനിങ്. ഓക്കെ, നേരത്തെ ബിഹേവിയർ നമുക്ക് മനസ്സിലാക്കുന്നു, ഇപ്പോഴത്തെ ബിഹേവിയർ എങ്ങനെയാണ് നമ്മൾ ടൈം സീരീസ് അനാലിസിസിൽ ചെയ്യുന്നത്. ഓക്കെ, അത് വെച്ചിട്ട് ഫ്യൂച്ചറിൽ നമുക്കിതിനെ എങ്ങനെ കൺട്രോൾ ചെയ്യാം, അല്ലെങ്കിൽ ഫ്യൂച്ചറിൽ ഇതിൻ്റെ ബിഹേവിയർ എങ്ങനെയായിരിക്കും, അതുവഴി നമുക്ക് പ്ലാൻ ചെയ്യാൻ പറ്റും. ഓക്കെ, ചില ഫാക്ടേഴ്സ് കൂട്ടിയാൽ ഇതിൻ്റെ ബിഹേവിയർ നമുക്ക് കുറയ്ക്കാം. അങ്ങനെയൊക്കെ ഉള്ള ഫാക്ടേഴ്സ് ഏതൊക്കെയാണെന്നൊക്കെ ടൈം സീരീസ് അനാലിസിസിൽ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നു. ഇറ്റ് ഹെൽപ്സ് ഇൻ ഇവാലുവേറ്റിംഗ് കറണ്ട് പ്രോഗ്രാംസ്. ഇപ്പോഴത്തെ പ്രോഗ്രാംസ്, ഓക്കെ, നമ്മൾ വിചാരിക്കുന്ന ഒരു എക്സ്പെക്റ്റഡ് പെർഫോമൻസ് ഉണ്ടായിരിക്കും. ആ പെർഫോമൻസിനെ വെച്ച് ഇപ്പോഴത്തെ പെർഫോമൻസ് എങ്ങനെയാണെന്ന് കമ്പയർ ചെയ്യാൻ പറ്റുന്നു. ഇറ്റ് ഫെസിലിറ്റേറ്റ്സ് കമ്പാരിസൺ. രണ്ട് ഡിഫറെൻറ്റ് ടൈം സീരീസസ് നമുക്ക് കമ്പയർ ചെയ്യാനായിട്ടും പറ്റുന്നു. ഓക്കെ, ഇനി ടൈം സീരീസിലെ കമ്പോണൻസ്. The statistical series are usually affected by a multiplicity of causes. The change in the values of a variable related to time can be the result of a large variety of factors like changes in taste and habits of people, changes in population, reduction in cost of production, increase in the income of people, etc. The values of a variable changes due to the interaction of such forces. വേറെ ചില ഫാക്ടേഴ്സും ടൈം സീരീസിൻ്റെ വേരിയബിളിൻ്റെ വാല്യൂസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ആ ഫോഴ്സസ് ഇൻ്റർ കണക്റ്റഡ് ആണ്. ചിലപ്പം എന്തെങ്കിലും ഒരു കാരണം കൂടുന്തോറും, ഇപ്പം നമ്മൾ പറയാം, ഇപ്പോൾ കോവിഡ് കൂടുന്തോറും എക്കണോമി ഡിം ആയിക്കൊണ്ടിരിക്കുകയാണ്, അല്ലേ, എക്കണോമി ഡിക്ലൈൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് അഫക്റ്റ് ചെയ്യുന്നത് ആരെയാണ്? ഇൻഡസ്ട്രിയൽ ഗ്രോത്തിനെയൊക്കെ അത് അഫക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഫോഴ്സസ് എല്ലാം ഇൻ്റർ കണക്റ്റഡ് ആണ്. ഓക്കെ, അപ്പോൾ ടൈം സീരീസിന് കമ്പോണൻസ് ഉണ്ട്. എന്തിനാണ്? ഈ ഫോഴ്സസിൻ്റെ ഓരോത്തിൻ്റെയും എഫക്റ്റ് ഒരു ടൈം സീരീസിൽ എങ്ങനെയാണെന്ന് കണ്ടുപിടിക്കാനാണ് കമ്പോണൻസ് ഓഫ് ടൈം സീരീസ് ഉള്ളത്. ആ കമ്പോണൻസ് ആണ് സെക്യുലർ ട്രെൻഡ്, സീസണൽ വേരിയേഷൻസ്, സൈക്ലിക് വേരിയേഷൻസ് ആൻഡ് ഇറഗുലർ വേരിയേഷൻസ്. ഓരോ കമ്പോണൻസും എന്തൊക്കെയാണെന്ന് നോക്കാം. സെക്യുലർ ട്രെൻഡ് എന്ന് പറയുന്നത് എന്താണ്? റെഫേഴ്സ് ടു എ ലോങ് പീരീഡ് ചേഞ്ച്. കുറച്ച് നാൾ ടൈമിലുള്ള ചേഞ്ചിനെയാണ് ട്രെൻഡ് എന്ന് പറയുന്നത്. ഇറ്റ് ഷോസ് ദ ഡെഫിനിറ്റ് ആൻഡ് ബേസിക് ടെൻഡൻസി ഓഫ് ദ സ്റ്റാറ്റിസ്റ്റിക്കൽ ഡേറ്റ വിത്ത് ദ പാസേജ് ഓഫ് ടൈം. It is smooth, regular and long-term movement. It refers to general tendency of a statistical data to rise or to fall or to remain the same. Okay, ഇതൊരു നീണ്ട കാലത്തെ ഉള്ള ഒരു ചേഞ്ചിനെയാണ് ട്രെൻഡ് റെഫർ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് പറയാൻ പറ്റും, ഒന്നെങ്കിൽ ഇത് കൂടുമായിരിക്കും, അല്ലെങ്കിൽ ഇത് കുറയുമായിരിക്കും, അല്ലെങ്കിൽ കോൺസ്റ്റൻ്റ് ആയിട്ട് തന്നെ നിൽക്കുന്നതായിരിക്കും മെയിനായിട്ടുള്ള ഇതിൽ നിന്ന് ഉള്ള സെക്യുലർ ട്രെൻഡിൻ്റെ ഒരു ജനറൽ ടെൻഡൻസി. ഓക്കെ, സീസണൽ വേരിയേഷൻ എന്ന് പറഞ്ഞാൽ ഒരു വർഷത്തെ അല്ലെങ്കിൽ മാക്സിമം ഒരു വർഷം അല്ലെങ്കിൽ അതിൽ താഴെ ഓരോ മാസവും ഈ വേരിയബിളിൻ്റെ വാല്യൂ എങ്ങനെയാണ് ചേഞ്ച് ചെയ്യുന്നത്. അതാണ് സീസണൽ വേരിയേഷൻസിലൂടെ നോക്കുന്നത്. സീസണൽ വേരിയേഷൻസ് ആർ ദോസ് വേരിയേഷൻസ് വിച്ച് ഒക്കർ വിത്ത് some degree of regularity within a specific period of 1 year or shorter. Climatic conditions, social customs, religious functions, etc. are the factors responsible for seasonal variations. Okay, അതായത് ഒരു വർഷത്തിൽ തന്നെ വരുന്ന വേരിയബിളിൻ്റെ വാല്യൂ ചേഞ്ച്. ഓക്കെ, ആ വേരിയേഷൻസിനെയാണ് സീസണൽ വേരിയേഷൻസ് എന്ന് പറഞ്ഞ് നമ്മൾ റെഫർ ചെയ്യുന്നത്. നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ സൈക്ലിക് വേരിയേഷൻസ്. ദേ ആർ പീരിയോഡിക് മൂവ്മെൻറ്റ്സ്. ഒരു പർട്ടിക്കുലർ പീരിയഡ് ഓഫ് ടൈമിൽ ഇതെങ്ങനെയാണ് ചേഞ്ച് ചെയ്യുന്നത്. അത് മോർ ദാൻ 1 ഇയറിലാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അതായത് ഒരു 5 വർഷം കൂടുമ്പോൾ ഒരു കമ്പനിയുടെ ഗ്രോത്ത് എങ്ങനെയാണ്, അതൊക്കെയാണ് സൈക്ലിക് വേരിയേഷൻസ്. അതായത് ഒരു പർട്ടിക്കുലർ ഇൻ്റർവൽ ഓഫ് ടൈമിലാണ് നമ്മൾ വേരിയേഷൻസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. നെക്സ്റ്റ് എന്ന് പറയുന്നതാണ് ഇറഗുലർ വേരിയേഷൻസ് അല്ലെ റാൻഡം വേരിയേഷൻസ്. നമ്മൾ പ്രതീക്ഷിക്കാതെ വരുന്ന ഫ്ലക്ച്വേഷൻസ് അല്ലെ വേരിയേഷൻസ് ആണ് ഇറഗുലർ വേരിയേഷൻസിൽ വരുന്നത്. ഇപ്പോൾ കോവിഡ് എന്ന് പറയുന്നത് ഒരു ഇറഗുലർ ഫ്ലക്ച്വേഷൻ ആണ്, കാരണം നമ്മൾ ആരും എക്സ്പെക്റ്റ് ചെയ്യുന്നില്ല. ഓക്കെ, എഫക്ട്സ് ഓഫ് എർത്ത് strike, flood, etc. lead to irregular variations. These events cause sudden transition of affairs from one state to other. Okay, നമ്മൾ പ്രതീക്ഷിക്കാതെ വരുന്നതായതുകൊണ്ട് ഒരു സഡൻ ആയിട്ടുള്ള വേരിയേഷൻസ് ആയിരിക്കും ഇറഗുലർ വേരിയേഷൻസിൽ വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുന്നത് ഈ കമ്പോണൻസ് തമ്മിലുള്ള റിലേഷൻഷിപ്പിന് മനസ്സിലാക്കാൻ നമുക്ക് 2 ടൈപ്പ് ഓഫ് മോഡലുണ്ട്. അഡിറ്റീവ് മോഡലുണ്ട്, മൾട്ടിപ്ലിക്കേറ്റീവ് മോഡലുണ്ട്. അഡിറ്റീവ് ആൻഡ് മൾട്ടിപ്ലിക്കേറ്റീവ് മോഡൽ. ഫസ്റ്റ് നമ്മൾ മൾട്ടിപ്ലിക്കേറ്റീവ് മോഡൽ എന്താണെന്ന് പറയും. O is equal to T into S into C into I.
ഒ എന്ന് പറയുന്നതാണ് ഒറിജിനൽ ഡേറ്റ. ആ ഒറിജിനൽ ഡേറ്റ ഡിപ്പെൻഡ് ചെയ്യുന്നത് ഈ 4 കമ്പോണൻസിനെയാണ്. അപ്പോൾ ആ 4 കമ്പോണൻസിൻ്റെയും മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുമ്പോഴാണ് നമുക്ക് ഒറിജിനൽ ഡേറ്റ കിട്ടുന്നത്. അപ്പോൾ ടി റെഫേഴ്സ് ടു ട്രെൻഡ്, എസ് എന്നുള്ളത് സീസണൽ വേരിയേഷൻ, സി എന്നുള്ളത് സൈക്ലിക് വേരിയേഷൻ, ഐ എന്ന് പറഞ്ഞാൽ ഇറഗുലർ വേരിയേഷൻസ്. ഈ 4 എണ്ണമാണ് ടൈം സീരീസിൻ്റെ കമ്പോണൻസ് നമ്മൾ പറഞ്ഞു. അപ്പോൾ ആ 4 എണ്ണത്തിൻ്റെ വാല്യൂസിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുമ്പോഴാണ്, മൾട്ടിപ്ലിക്കേറ്റീവ് ഫാക്ടറാണ് ഒറിജിനൽ ഡേറ്റ. ദിസ് ഇസ് നോൺ ആസ് മൾട്ടിപ്ലിക്കേറ്റീവ് മോഡൽ. ഇപ്പം 320 എന്ന് പറയുന്നതാണ് ഒരു ഒബ്സർവേഷൻ്റെ ഒറിജിനൽ ഡേറ്റ എന്ന് പറയാം. ഓക്കെ, അപ്പോൾ നമ്മൾ എഴുതുവാണ് 320 = 300 × 108/100 × 90/100 × 110/100. ഓക്കെ, ഒ എന്ന് പറയുന്നതാണ് ഒറിജിനൽ ഡേറ്റ, അതാണ് 320. ഓക്കെ, അത് ഡിപ്പെൻഡ് ചെയ്യുന്നത് ഈ ഓരോ കമ്പോണൻസിനാണ്. ടി എന്ന് പറയുന്നതാണ് 300, എസ് എന്ന് പറയുന്ന വാല്യൂ 108/100 ആണ് തന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ എല്ലാം ഫാക്ടേഴ്സ്, ഇതൊക്കെയാണ് ഫാക്ടേഴ്സ് ഡിപ്പെൻഡിങ് ഒറിജിനൽ ഡേറ്റ. ഓക്കെ, അതിനെ മൾട്ടിപ്ലിക്കേറ്റീവ് ഫാക്ടറായിട്ട് എഴുതുന്നതാണ് മൾട്ടിപ്ലിക്കേറ്റീവ് മോഡൽ ചെയ്യുന്നത്. അപ്പോൾ അഡിറ്റീവ് അപ്രോച്ച് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഈ 4 കമ്പോണൻസ് ആഡ് ചെയ്യുന്നതാണ് അഡിറ്റീവ് അപ്രോച്ച്. O = T + S + C + I. ഓക്കെ, ഒബ്സർവേഷൻ്റെ വാല്യൂ ഒറിജിനൽ ഡേറ്റ എന്ന് പറയുന്നത് 325 ആണെങ്കിൽ ഇറ്റ് ക്യാൻ ബി എക്സ്പ്രസ് ആസ് 300 + 20 + 15 - 10. ഓക്കെ, അങ്ങനെ ഓരോ കമ്പോണൻറ്റും എന്തുമാത്രം ഒറിജിനൽ ഡേറ്റ ഡിപ്പെൻഡ് ചെയ്യുന്നു എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് അഡിറ്റീവ് ആൻഡ് മൾട്ടിപ്ലിക്കേറ്റീവ് മോഡൽസ് നമ്മൾ യൂസ് ചെയ്യുന്നത്, റിലേഷൻഷിപ്പ് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ഇനി ഏത് മോഡലാണ് എടുക്കുന്നതെന്ന് നമ്മൾ തീരുമാനിക്കുന്നത് ആ ഡേറ്റയുടെ ബിഹേവിയർ കണ്ടിട്ടായിരിക്കും. ഇഫ് ചേഞ്ചസ് ഇൻ ടൈം സീരീസ് ആർ ബൈ കോൺസ്റ്റൻറ്റ് അബ്സല്യൂട്ട് എമൗണ്ട്സ്, ഒരു പർട്ടിക്കുലർ കോൺസ്റ്റൻറ്റ് എമൗണ്ട്സ്, അതായത് ഇപ്പോൾ 300, 20, 15, 10 എന്നൊക്കെ പറയുന്ന ഒരു കോൺസ്റ്റൻറ്റ് എമൗണ്ടാണ്. ആ എമൗണ്ട്സ് ആണ് ടൈം സീരീസിലെ ചേഞ്ചസിനെ കാണിക്കുന്നതെങ്കിൽ നമ്മൾ അഡിറ്റീവ് മോഡലായിരിക്കും എടുക്കുക. ഓക്കെ, ഇൻ കേസ് ഈ ചേഞ്ചസിനെ ഒരു റേറ്റ്, അതായത് റേറ്റ് എന്ന് പറയുന്ന പെർസെൻറ്റേജ് ആയിട്ട് കാണിക്കുകയാണെങ്കിൽ, പെർസെൻറ്റേജ് ചേഞ്ചസ് ആണ് നമുക്ക് തന്നിട്ടുള്ളെങ്കിൽ നമ്മൾ മൾട്ടിപ്ലിക്കേറ്റീവ് മോഡലായിരിക്കും യൂസ് ചെയ്യുന്നത്. ജനറലി മൾട്ടിപ്ലിക്കേറ്റീവ് മോഡൽ യൂസ് ചെയ്യണമെന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഷോർട്ട് ടൈം ഫ്ലക്ച്വേഷൻസ്. എ ടൈം സീരീസ് ഈസ് അഫക്റ്റഡ് ബൈ സെക്യുലർ ട്രെൻഡ് ആസ് വെൽ ആസ് ഷോർട്ട് ടൈം ഫ്ലക്ച്വേഷൻസ്. ഓക്കെ, ഷോർട്ട് ടൈം ഫ്ലക്ച്വേഷൻസ് കംപ്രൈസ് ഓഫ് സീസണൽ വേരിയേഷൻ, സൈക്ലിക് വേരിയേഷൻ ആൻഡ് ഇറഗുലർ വേരിയേഷൻ. ഒരു സെക്യുലർ ട്രെൻഡും ടൈം സീരീസിനെ അഫക്റ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ചെറിയ ചെറിയ ഫ്ലക്ച്വേഷൻസ്, വാല്യൂസിലുള്ള ചെറിയ ചെറിയ ഫ്ലക്ച്വേഷൻസും ടൈം സീരീസിനെ അഫക്റ്റ് ചെയ്യുന്നുണ്ട്. ആ ചെറിയ ചെറിയ ഫ്ലക്ച്വേഷൻസ് എന്തൊക്കെയാവാം? സീസണൽ വേരിയേഷൻ ആവാം, സൈക്ലിക് വേരിയേഷൻ ആകാം, ഇറഗുലർ വേരിയേഷൻ ആകാം. ഓക്കെ, അപ്പോൾ ഈ ട്രെൻഡ് വാല്യൂസിനെ ഒറിജിനൽ വാല്യൂന്ന് എലിമിനേറ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഈ ഷോർട്ട് ടൈം ഫ്ലക്ച്വേഷൻസ് കിട്ടുന്നത്. ഓക്കെ, ഒറിജിനൽ വാല്യൂവിൻ്റെയും ട്രെൻഡ് വാല്യൂവിൻ്റെയും രണ്ടും വാല്യൂസ് സെയിം ആണെങ്കിൽ ഫ്ലക്ച്വേഷൻ ഒന്നും ഇല്ലെന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ഷോർട്ട് ടൈം ഫ്ലക്ച്വേഷൻസ് കണ്ടുപിടിക്കണമെങ്കിൽ ഒറിജിനൽ വാല്യൂസിൽ നിന്ന് ട്രെൻഡ് വാല്യൂസ് മൈനസ് ചെയ്യുമ്പോഴാണ് ഷോർട്ട് ടൈം ഫ്ലക്ച്വേഷൻസ് കിട്ടുന്നത്. അതായത് S, C ആൻഡ് I കിട്ടുന്നത് എങ്ങനെയാണ്? ഒറിജിനൽ വാല്യൂവിൽ നിന്ന് ട്രെൻഡിൻ്റെ വാല്യൂസ് മൈനസ് ചെയ്യുമ്പോഴാണ്. ഇനി യൂസ്ഫുൾനെസ് ഓഫ് അനാലിസിസ് ഓഫ് ടൈം സീരീസ് ഫോർ ബിസിനസ്മാൻ. ഈ നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു എക്കണോമിക്സിലും ബിസിനസ്സിലുമാണ് കൂടുതൽ ടൈം സീരീസ് അനാലിസിസ് നടത്തുന്നത്. ഓക്കെ, ഒരു പർട്ടിക്കുലർ ടൈമിൽ വരുന്ന വേരിയേഷൻസ് ആണ് ടൈം സീരീസ് അനാലിസിസിൻ്റെ പ്രൈമറി പർപ്പസ്. ഓക്കെ, ദ സെൻട്രൽ ഒബ്ജക്റ്റീവ് ഈസ് ടു ഡീകമ്പോസ് ദ വേരിയസ് എലമെൻറ്റ്സ് പ്രസൻറ്റ് ഇൻ എ ടൈം സീരീസ് ആൻഡ് ടു യൂസ് ദം ഫോർ ബിസിനസ് ഡിസിഷൻ മേക്കിംഗ്. ഓക്കെ, മെയിൻ സെൻട്രൽ ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ എന്താ? ഈ എലമെൻറ്റ്സിനെ കണ്ടുപിടിച്ചിട്ട് അവരെ ഇൻഡിപെൻഡൻ്റ് ആക്കി വെച്ചിട്ട് അതിനെ കൺട്രോൾ ചെയ്ത് ഒരു ബിസിനസ് ഡിസിഷൻ മേക്കിങ്ങിന് യൂസ് ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ സെൻട്രൽ ഒബ്ജക്റ്റീവ്. Most of the time series are from the field of economics and business. Business forecasting is now a common affair. It has considerable influence on the future business activities. അപ്പം ഈ ഫാക്ടേഴ്സിനെ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ഫ്യൂച്ചർ ആയിട്ടുള്ള ബിസിനസ് ആക്ടിവിറ്റീസിനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഓക്കെ, അതുകൊണ്ട് ബിസിനസ് ഫോർകാസ്റ്റിംഗിലാണ് ഇത് കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്. ദെൻ പ്രഡിക്ഷൻ അബൌട്ട് ദീസ് ആക്ടിവിറ്റീസ് ആർ മെയ്ഡ് ഓൺ ദ ബേസിസ് ഓഫ് ടൈം സീരീസ് അനാലിസിസ്. ദ ഇമ്പോർട്ട് എക്സ്പോർട്ട് പോളിസി ഈസ് വെരി മച്ച് ബേസ്ഡ് ഓൺ ദ പ്രഡിക്ഷൻസ് അബൌട്ട് ദ ഫ്യൂച്ചർ ആക്ടിവിറ്റീസ്. അതുപോലെ തന്നെ ഇമ്പോർട്ട് എക്സ്പോർട്ട് പോളിസി. അപ്പം നമുക്ക് പറയാം കോവിഡ് വന്നതുകൊണ്ട് ഇമ്പോർട്ടിങ് അല്ലെങ്കിൽ എക്സ്പോർട്ടിങ് കുറഞ്ഞു എന്ന് പറഞ്ഞാൽ കോവിഡാണ് അവിടുത്തെ റീസൺ. അപ്പോൾ കോവിഡിൻ്റെ ഒരു വേരിയേഷൻസ് കുറയുവാണെങ്കിൽ അത് എക്സ്പോർട്ടിനെ എന്ത് ചെയ്യും? അതിനും ഗ്രോത്ത് ആകും. ഓക്കെ, അപ്പോൾ അത് ഫാക്ടേഴ്സ് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അതിനെ കൺട്രോൾ ചെയ്യുവാണെങ്കിൽ നമുക്ക് ഫ്യൂച്ചർ ആക്ടിവിറ്റീസിനെ നമുക്ക് എന്ത് ചെയ്യാം? ഒന്നുകിൽ അതിനെ ഗ്രോ ചെയ്യാം അല്ലെങ്കിൽ കുറയ്ക്കാൻ പറ്റും. ഓക്കെ, ദ നോളജ് ഓഫ് സീസണൽ വേരിയേഷൻ ഇസ് യൂസ്ഫുൾ ഫോർ മാനുഫാക്ചറിങ് establishment. It can divert its activities to another field during the off season. Seasonal variations എന്ന് പറയുന്നത് ഒരു സീസണിൽ മാത്രമേ ഒരു പർട്ടിക്കുലർ കാര്യം നമ്മൾ യൂസ് ചെയ്യുന്നുള്ളൂ എന്ന് വിചാരിക്കുക, ഒരു സീസണിൽ മാത്രം. ഓക്കെ, അപ്പോൾ അല്ലാത്ത സമയത്ത്
എന്ത് ചെയ്യാൻ പറ്റും, അല്ലാത്ത സമയത്ത് എന്ത് ഫാക്ടറാണ് ഇതിനെ കൺട്രോൾ ചെയ്യുന്നത് കണ്ടുപിടിക്കാൻ. അല്ലാത്ത സമയത്ത് ഇതിൻ്റെ പ്രൊഡക്ഷൻ കുറച്ചിട്ട് ഇത് വരുന്ന സമയത്ത് സീസണൽ വേരിയേഷൻ കൂടുന്ന സമയത്ത് പ്രൊഡക്ഷൻ കൂട്ടി അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യാൻ പറ്റും. There are various ways of using time series data for forecasting purpose. ഫോർകാസ്റ്റിംഗ് പർപ്പസിനാണ് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. അത് ടൈം സീരീസിൻ്റെ കമ്പോണൻസിനെ അനലൈസ് ചെയ്തിട്ടാണ് ഫ്യൂച്ചർ ചേഞ്ചസ് നമ്മൾ എങ്ങനെ ചേഞ്ചസ് വരുത്തിയാലാണ് നമുക്കൊരു പ്രോഫിറ്റ് ഉണ്ടാകുന്നത് എന്നൊക്കെ കണ്ടുപിടിക്കാൻ പറ്റുന്ന എന്താണ്, ഈ കമ്പോണൻസിൻ്റെ വാല്യൂസിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഇരിക്കുന്നത്. ഓക്കെ, അതാണ് നമ്മൾ ടൈം സീരീസ് അനാലിസിസ് ചെയ്യുന്നത്. ഓക്കെ, ഫസ്റ്റ് കമ്പോണൻറ്റിനെ പറ്റി പഠിക്കാം. സെക്കുലർ ട്രെൻഡ്. നമ്മൾ നേരത്തെ പറഞ്ഞു സെക്കുലർ ട്രെൻഡ് എന്ന് പറഞ്ഞാൽ ഒരു ലോങ് ടേം ട്രെൻഡാണ്, ലോങ് ടേം മൂവ്മെൻ്റ് ആണ്. ഡേറ്റയുടെ തന്നെ ഒരു ലോങ് ടേം മൂവ്മെൻ്റ് ആണ്. ചെറിയ ചെറിയ കാര്യങ്ങൾ ഇതിനകത്ത് നോക്കുന്നില്ല, ഒരു പർട്ടിക്കുലർ ലോങ് ടൈമിലുള്ള മൂവ്മെൻറ്റ്സ്, ഡേറ്റയുടെ വേരിയേഷൻസ് എങ്ങനെയാണ് എന്നാണ് നമ്മൾ ഇതിനകത്ത് നോക്കുന്നത്. ഇറ്റ് ഷോസ് ദ ഡെഫിനിറ്റ് ആൻഡ് ദ ബേസിക് ടെൻഡൻസി ഓഫ് ദ സ്റ്റാറ്റിസ്റ്റിക്കൽ ഡേറ്റ വിത്ത് ദ പാസേജ് ഓഫ് ടൈം. സെക്കുലർ ട്രെൻഡ് എന്ന് പറയുന്നതാണ് ജനറൽ ടെൻഡൻസി. ഓക്കെ, ഒരു പർട്ടിക്കുലർ പീരീഡ് ഓഫ് ടൈം, കഴിഞ്ഞ 10 വർഷം പോപ്പുലേഷൻ കൂടി, ഓക്കെ, അങ്ങനത്തെ കേസസ് ഒക്കെ പറയുന്നത് സെക്കുലർ ട്രെൻഡ് വെച്ചിട്ടാണ്. അപ്പം മൂവ്മെൻറ്റ് എന്ന് പറയുന്നത് ഒന്നുകിൽ അപ്വേർഡ് ആകാം, അല്ലെങ്കിൽ ഡൗൺവേർഡ് ആകാം, അല്ലെങ്കിൽ കോൺസ്റ്റൻ്റ് ആകാം. മോസ്റ്റ് ഓഫ് ദ ബിസിനസ് ആൻഡ് എക്കണോമിക് സീരീസിലാണ് സെക്കുലർ ട്രെൻഡ് നമ്മൾ വെച്ചിട്ട് ഒന്നെങ്കിൽ ഗ്രോത്ത് ആണോ ഡിക്ലൈൻ ആണോ എന്ന് പറയുന്നത്. അതായത് പോപ്പുലേഷൻ്റെ കേസിൽ, നാഷണൽ ഇൻകത്തിൻ്റെ കേസിൽ ഇതൊക്കെ നമുക്ക് പറയാൻ പറ്റും എന്താണ്, ഗ്രോത്ത് ആണെന്ന് പറയാൻ പറ്റും. അഗ്രികൾച്ചർ പ്രൊഡക്ഷൻ, കറൻസി ഇൻ സർക്കുലേഷൻ, ബാങ്ക് ഡെപ്പോസിറ്റ്, ഇതിനൊക്കെ ഒരു അപ്വേർഡ് ടെൻഡൻസിയാണുള്ളത്. പക്ഷേ ബർത്ത് ആൻഡ് ഡെത്ത് റേറ്റ്സ് എന്നൊക്കെ പറയുന്നത് എപ്പോഴും ഒരു ഡൗൺവേർഡ് ടെൻഡൻസി ആയിരിക്കും കാണിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന ഒരു 10 വർഷത്തെ ഡേറ്റ വെച്ചിട്ടായിരിക്കും. ഓരോ വർഷത്തെ ഡേറ്റ എടുത്ത് നോക്കുകയാണെങ്കിൽ വലിയ ചേഞ്ചസ് ഒന്നും വരത്തില്ല. ഓക്കെ, 10 വർഷത്തെ ലോങ് പീരീഡ് ഓഫ് ടൈമിലുള്ള വേരിയേഷൻസ് മനസ്സിലാക്കിയാലേ നമുക്ക് ആ ട്രെൻഡ് എന്താണെന്ന് മനസ്സിലാവുള്ളൂ. ഓക്കെ, therefore generally a trend may indicate an upward or downward tendency. The upward tendency may be due to developments in the fields of science and technology. A downward tendency may be due to factors like scarcity of raw materials, declining demand. The downward trend in death rate may be due to medical facilities. ഓക്കെ, അപ്പോൾ ഒരു അപ്വേർഡ് അല്ലെങ്കിൽ ഡൗൺവേർഡ് ട്രെൻഡ് ആയിരിക്കും കൂടുതലായിട്ട് കാണുന്നത്. ഇനി ട്രെൻഡ് മെഷർ ചെയ്യാനായിട്ടുള്ള 4 മെത്തേഡ്സ് ഉണ്ട്. അതിൽ ആദ്യത്തെ മെത്തേഡാണ് ഫ്രീ ഹാൻഡ് കർവ് അല്ലെങ്കിൽ ഗ്രാഫിക് മെത്തേഡ്. ഓക്കെ, ഗ്രാഫിക് മെത്തേഡിൽ എന്ത് ചെയ്യുന്നു പറഞ്ഞാൽ നമ്മൾ ടൈമിനെയാണ് എപ്പോഴും ഹൊറിസോണ്ടൽ ആക്സിസിൽ അല്ലെങ്കിൽ എക്സ് ആക്സിസിൽ ഡിനോട്ട് ചെയ്യുന്നത്. നമുക്ക് തന്നിട്ടുള്ള ഡേറ്റ നമ്മൾ പ്ലോട്ട് ചെയ്യും, സാധാരണ നമ്മൾ പ്ലോട്ട് ചെയ്യും പോലെ പ്ലോട്ട് ചെയ്യും. എന്നിട്ട് നമ്മൾ അത് കണക്ട് ചെയ്തിട്ട് കൈയും കൊണ്ട് തന്നെ വരയ്ക്കും. എന്നിട്ട് നമ്മളൊരു ട്രെൻഡ് ലൈൻ വരയ്ക്കും. ഓക്കെ, ട്രെൻഡ് ലൈൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ട്രെൻഡ് ലൈൻ വരയ്ക്കാം. ഓക്കെ, അത് എക്സാമ്പിൾ പറയുമ്പോൾ പറഞ്ഞുതരാം. സോ ഫസ്റ്റ് ഫ്രീ ഹാൻഡ് കർവ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഈസിയസ്റ്റ് വേ ആണ് ട്രെൻഡ് മെഷർ ചെയ്യാനുള്ള ഈസിയസ്റ്റ് വേ എന്ന് പറയുന്നത് ഫ്രീ ഹാൻഡ് മെത്തേഡാണ്. ഇതിനകത്ത് ഒറിജിനൽ ഡേറ്റയാണ് ഗ്രാഫ് പേപ്പറിൽ നമ്മൾ പ്ലോട്ട് ചെയ്യുന്നത്. നോർമൽ ടെൻഡൻസി എന്ന് പറയുന്നത് ഒന്നെങ്കിൽ അപ്വേർഡ് ആകാം, ഡൗൺവേർഡ് ആയിരിക്കും ട്രെൻഡ്. ഓക്കെ, ടൈം ഈസ് ഓൾവേസ് ടേക്കൻ എലോങ് ദ ഹൊറിസോണ്ടൽ ആക്സിസ്. എന്നിട്ട് നമ്മൾ കൈ കൊണ്ട് തന്നെ ഈ ഒറിജിനൽ ഡേറ്റ നമ്മൾ കണക്ട് ചെയ്ത് വരയ്ക്കും. ദെൻ ഇതിൽ നിന്നാണ് നമ്മൾ ഇതിൻ്റെ ട്രെൻഡ് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ അല്ലെങ്കിൽ ഡൗൺവേർഡ് ആണോ അപ്വേർഡ് ആണോ എന്ന് മനസ്സിലാക്കുന്നത് ഈ കർവിൽ നിന്നാണ്. വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഗ്രാഫ് പേപ്പർ ഒബ്റ്റെയിൻ ദ ട്രെൻഡ് വാല്യൂ. ഇയറും തന്നിട്ടുണ്ട്, വാല്യൂയും തന്നിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഒറിജിനൽ ഡേറ്റ. ഓക്കെ, അപ്പോൾ നമ്മൾ 2000 കറസ്പോണ്ടിങ് ആയിട്ട് 64 മാർക്ക് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് ടൈം എന്ന് പറയുന്നത് എക്സ് ആക്സിസിലാണ് വരയ്ക്കുന്നത് പറഞ്ഞില്ല. അപ്പോൾ ടൈം 2000, 2001, 2002, 2003, 4, 5, 6, 7 അങ്ങനെ 2007 വരെയുള്ള ഇയേഴ്സ് നമ്മൾ മാർക്ക് ചെയ്തു. മേളിലത്തെ ആക്സിസിൽ 50, 60, 70, 80, 90, 100, 110, 120, 130 അങ്ങനെയാണ് വൈ ആക്സിസിൽ മാർക്ക് ചെയ്യുന്ന വാല്യൂസ്. ഇനി ഇവിടെ 2 ഫോൾസ് ബേസ് ലൈൻ കൊടുത്തിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ 0 to 50 വരെയുള്ള ഒബ്സർവേഷൻസ് അല്ല വാല്യൂസ് നമ്മൾ അതിനകത്ത് കാണിക്കുന്നില്ല. 50 തൊട്ടുള്ള അങ്ങോട്ടാണ് നമ്മൾ ഗ്രാഫ് പേപ്പറിൽ കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഫസ്റ്റ് 2000 കറസ്പോണ്ടിങ് ആയിട്ട് 64 മാർക്ക് ചെയ്തു, 2001 82, 2002 97, 2003 71, 2004 78, 5 112, 6 115, 7 131. ഓക്കെ, അത് കാൽക്കുലേറ്റ്, അതാണ് സ്റ്റാർ വെച്ച് കാണിച്ചിരിക്കുന്നത്. എന്നിട്ട് നമ്മൾ കൈയും കൊണ്ട് തന്നെ കണക്ട് ചെയ്ത് വരച്ചു. അതാണ് നമ്മുടെ കർവ് ഫോർ ഗിവൺ വാല്യൂസ്. ഗിവൺ വാല്യൂസിൻ്റെ കർവാണ് അത്. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നത്, ട്രെൻഡ് ലൈൻ വരയ്ക്കും. ട്രെൻഡ് ലൈൻ വരയ്ക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ആ ലൈനിന് മേലിലുള്ള ഏരിയയും താഴെയുള്ള ഏരിയയും ഏകദേശം സെയിം ആകുന്ന രീതിയിലാണ് ട്രെൻഡ് ലൈൻ വരയ്ക്കുന്നത്. ഓക്കെ, നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ട്രെൻഡ് ലൈൻ വരയ്ക്കാം. ഒരു
മെയിനായിട്ട് നമ്മൾ എടുക്കുന്ന ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ ട്രെൻഡ് ലൈനിൻ്റെ മേളിലുള്ള ഏരിയയും താഴെയുള്ള ഏരിയയും ഏകദേശം സെയിം ആവണം. അതാണ് നമ്മുടെ ട്രെൻഡ് ലൈൻ. ഇനി നമ്മൾ ട്രെൻഡ് വാല്യൂസ് എന്തൊക്കെയാണെന്ന് കണ്ടുപിടിക്കുന്നത് പറഞ്ഞാൽ 2000-ന് കറസ്പോണ്ടിങ് ആയിട്ട് ട്രെൻഡ് ലൈൻ എവിടെയാണ് നിൽക്കുന്നത്. ഓക്കെ, ഇവിടെ 2000-ന് കറസ്പോണ്ടിങ് ആയിട്ട് 65-ലാണ് നമ്മൾ ട്രെൻഡ് ലൈൻ തുടങ്ങിയിരിക്കുന്നത്. സോ 2000-ന് കറസ്പോണ്ടിങ് ആയിട്ട് 65 ആണ് ട്രെൻഡ് വാല്യൂ. 2001-ൻ്റെ വാല്യൂ കണ്ടുപിടിക്കണമെങ്കിൽ 2001-ൽ നിന്ന് നേരെ ട്രെൻഡ് ലൈനിലോട്ട് ഒരു ലൈൻ വരയ്ക്കുക. എന്നിട്ട് ആ ട്രെൻഡ് ലൈനിൻ്റെ പോയിന്റിൽ നിന്ന് വൈ ആക്സിസിലോട്ട് ലൈൻ വരയ്ക്കുക. അപ്പം 70-ക്കും 80-ക്കും ഇടയ്ക്കായിട്ടുള്ളൊരു പോയിന്റ് വന്നു. 73 എന്നാണ് പോയിന്റ് വന്നത്. അപ്പോൾ 2001-ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ട്രെൻഡ് വാല്യൂ എന്ന് പറയുന്നത് 73 ആണ്. ഓക്കെ, 2002-ന് കറസ്പോണ്ടിങ് ആയിട്ടോ 2002-ൽ നിന്ന് നേരെ ട്രെൻഡ് ലൈനിലോട്ട് ഒരു ലൈൻ വരയ്ക്കുക. ആ ലൈനിൽ നിന്ന് നേരെ വൈ ആക്സിസിലോട്ട് പെർപെൻഡിക്കുലർ വരയ്ക്കുക. അപ്പം 80 കഴിഞ്ഞുള്ളൊരു പോയിന്റാണ് വന്നത്. 82 എന്നുള്ള പോയിന്റാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അതാണ് ട്രെൻഡ് വാല്യൂ. അപ്പോൾ ഓരോ ഇയറിനും കറസ്പോണ്ടിങ് ആയിട്ട് ട്രെൻഡ് ലൈനേ ഒരു പോയിന്റ് വരും. ഓക്കെ, ഓരോ ഇയറിനും കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ ട്രെൻഡ് ലൈനിലോട്ട് ഒരു ലൈൻ വരയ്ക്കും. ആ ലൈനിൽ നിന്ന് വൈ ആക്സിസിലോട്ട് പെർപെൻഡിക്കുലർ വരയ്ക്കുമ്പോഴാണ് നമുക്ക് ട്രെൻഡ് വാല്യൂസ് കിട്ടുന്നത്. ഓക്കെ, ഇതിന് കുറച്ച് മെറിറ്റ്സും ഡിമെറിറ്റ്സും ഉണ്ട്. മെറിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫ്രീ ഹാൻഡ് മെത്തേഡ് ഈസ് എ സിംപ്ലസ്റ്റ് മെത്തേഡ് ഓഫ് മെഷറിംഗ് ട്രെൻഡ്. ട്രെൻഡ് മെഷർ ചെയ്യാനുള്ള ഏറ്റവും സിംപ്ലസ്റ്റ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഫ്രീ ഹാൻഡ് മെത്തേഡാണ്. ഇത് നോൺ മാത്തമാറ്റിക്കലി, അതിനകത്ത് കാൽക്കുലേഷൻസ് ഒന്നും വരുന്നില്ല. ജസ്റ്റ് ഡേറ്റ തന്നു, ഗ്രാഫ് വരച്ചു, അതിനകത്ത് നിന്ന് നമ്മൾ ട്രെൻഡ് വാല്യൂസ് കണ്ടുപിടിക്കുന്നു. ഇറ്റ് ഈസ് എ ഈസിയസ്റ്റ് മെത്തേഡ്. അതുകൊണ്ട് എല്ലാവർക്കും പെട്ടെന്ന് മനസ്സിലാകുകയും ചെയ്യും. എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന മെത്തേഡുമാണ് ഏത്? ഫ്രീ ഹാൻഡ് മെത്തേഡ്. നെക്സ്റ്റ്, ഇറ്റ് എനേബിൾസ് us for the understanding of characteristic of time series and guides as to which type of mathematical trend will be appropriate. ഏത് mathematical ട്രെൻഡാണ് അപ്രോപ്രിയേറ്റ് ആകുന്നത് എന്ന്, അതുപോലെ തന്നെ ടൈം സീരീസിൻ്റെ ക്യാരക്ടറിസ്റ്റിക് എന്താണെന്ന് പെട്ടെന്ന് തന്നെ മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, ദെൻ ഫോർത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ടേക്സ് ലിറ്റിൽ ടൈം ടു മെഷർ ദ ട്രെൻഡ്. ട്രെൻഡ് മെഷർ ചെയ്യാനായിട്ടൊക്കെ കുറച്ച് സമയം മതി. ജസ്റ്റ് ഗ്രാഫ് വരച്ച് ട്രെൻഡ് നോക്കാമെന്നേ ഉള്ളൂ. ഓക്കെ, ഇതിൻ്റെ ലിമിറ്റേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതിനകത്ത് കാൽക്കുലേഷൻസ് ഒന്നും യൂസ് ചെയ്യുന്നില്ലാത്തത് കൊണ്ട് ട്രെൻഡ് വാല്യൂസ് കറക്റ്റ് അല്ല. ഓക്കെ, അപ്പോൾ ആക്യുറേറ്റ് ആയിട്ടുള്ള വാല്യൂസ് അല്ല. ദെൻ ഇറ്റ് ഈസ് ഹൈലി സബ്ജക്റ്റീവ് ബിക്കോസ് ദ ട്രെൻഡ് ലൈൻ ഡിപ്പെൻഡ്സ് ഓൺ ദ പേഴ്സണൽ ജഡ്ജ്മെൻറ്റ് ഓഫ് ദ ഇൻവെസ്റ്റിഗേറ്റർ. അതായത് ഞാനാണ് തീരുമാനിക്കുന്നത് ട്രെൻഡ് ലൈൻ എങ്ങനെ വരയ്ക്കണം. അപ്പോൾ ഞാൻ 2000-ന് കറസ്പോണ്ടിങ് ആയിട്ട് 68-ലാണ് ട്രെൻഡ് ലൈൻ്റെ ഫസ്റ്റ് പോയിൻ്റെങ്കിൽ 2000-ന് കറസ്പോണ്ടിങ് എൻ്റെ ട്രെൻഡ് വാല്യൂ 68 വരും. അപ്പോൾ ഓരോ ഇൻവെസ്റ്റിഗേറ്ററും ട്രെൻഡ് ലൈൻ വരയ്ക്കുന്നതനുസരിച്ചാണ് ഈ ട്രെൻഡ് വാല്യൂസ് വരുന്നത്. ഓക്കെ, അപ്പം നമുക്കൊരു സെയിം സെറ്റ് ഓഫ് ഡേറ്റയിൽ നിന്ന് തന്നെ ഡിഫറെൻറ്റ് ട്രെൻഡ് ലൈൻസ് ഒബ്റ്റെയിൻ ചെയ്യും. ദെൻ ദിസ് മെത്തേഡ് ഡസ് നോട്ട് ഗീവ് definite trend values and cannot be relied upon. Okay, relied upon. This method is unsuitable for further analysis of time series. ഓക്കെ, നമുക്ക് ഓരോ ട്രെൻഡ് വാല്യൂസ് കിട്ടുന്നതല്ലാതെ ഫർദർ അനാലിസിസിന് ഇത് യൂസ് ചെയ്യുന്നില്ല. ഡെഫിനിറ്റ് ട്രെൻഡ് വാല്യൂസും അല്ല കിട്ടുന്നത്. കാരണം എന്താ? നമ്മുടെ ട്രെൻഡ് ലൈൻ എന്ന് പറയുന്നത് കറക്റ്റ് അല്ല. ഓരോ ഇൻവെസ്റ്റിഗേറ്ററും ആണ് ആ ട്രെൻഡ് ലൈൻ വരയ്ക്കുന്നത്. അപ്പം വാല്യൂസ് എന്ന് പറയുന്നത് കറക്റ്റ് അല്ല. Then this method is not suitable where a high degree of accuracy is desired. അപ്പോൾ നമുക്ക് ട്രെൻഡ് വാല്യൂസ് കറക്റ്റ് ആയിട്ടുള്ള വാല്യൂ കണ്ടുപിടിക്കണമെങ്കിൽ ഈ മെത്തേഡ് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം ഇതിനകത്ത് നമുക്കൊരു അപ്രോപ്രിയേറ്റ് വാല്യൂവേ കിട്ടുന്നുള്ളൂ. ഇതാണ് ഇതിൻ്റെ ഡിമെറിറ്റ്സ് ആൻഡ് മെറിറ്റ്സ്.